അണു അഥവാ ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതേസമയം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിച്ചുകൊണ്ട് സ്വതന്ത്ര അവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അഥവാ മോളിക്യൂൾ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ഡോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. ആറ്റത്തിന്റെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക് ആണ്. അതേസമയം പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ ഒരാറ്റം മാത്രമുണ്ടെങ്കിൽ അവയെ ഏകാറ്റമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം ലോഹങ്ങൾ. ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ രണ്ടാറ്റങ്ങളുണ്ടെങ്കിൽ അവയെ ദ്വയാറ്റമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം ഹൈഡ്രജൻ, നൈട്രജൻ മുതലായവ. ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളുണ്ടെങ്കിൽ അവയെ ബഹു അറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. ഉദാഹരണം ഫോസ്ഫറസ്, സൾഫർ. ഇനി നമുക്ക് ആവർത്തന പട്ടികയെക്കുറിച്ച് അല്പം വിവരങ്ങൾ പഠിക്കാം. ഏതാണ്ട് 118ഓളം മൂലകങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 110 മൂലകങ്ങൾ മാത്രമേ ഇപ്പോഴത്തെ പീരിയഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകമാണ് 92ാമത്തെ മൂലകമായ യുറേനിയം. അലസവാതകങ്ങൾ അഥവാ ഇനർട്ട് ഗ്യാസസ് ആവർത്തന പട്ടികയിലെ 0 ഗ്രൂപ്പിൽപ്പെടുന്നു. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലവോസിയർ. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേവ്. ആധുനിക ആവർത്തന പട്ടിക മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും 4 ബ്ലോക്കുകളുമുണ്ട്. പീരിയോഡിക് ടേബിളിൽ 120 മൂലകങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. 1913 മോസ്ലിയാണ് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക ആവർത്തന പട്ടിക വികസിപ്പിച്ചത്. ചില പ്രധാന മൂലകങ്ങളും അവയുടെ സ്വഭാവ സവിശേഷതകളും. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അലോഹമൂലകം ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ മൂലകമാണ് ക്ലോറിൻ. ദ്രാവക രൂപത്തിലുള്ള അലോഹം ബ്രോമിൻ. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് സ്വർണം, പ്ലാറ്റിനം, ഓക്സിജൻ, നൈട്രജൻ എന്നിവ. ഖരാവസ്ഥയിലുള്ള ഒരു ഹാലജൻ അയഡിൻ. ഒരു ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ഗന്ധകം എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ. വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് വെളുത്ത ഫോസ്ഫറസ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുവാണ് ചുവന്ന ഫോസ്ഫറസ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം തോറിയം. ഭൗമോപരിതലത്തിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകം ഹൈഡ്രജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലൂമിനിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞതും ലഘുവായിട്ടുള്ളതുമായ മൂലകമാണ് ഹൈഡ്രജൻ. എന്നാൽ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റഡോൺ. ഏറ്റവും സാന്ദ്രത അഥവാ ഭാരമുള്ള മൂലകമാണ് ഓസ്മിയം. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ഏറ്റവും സ്ഥിരതയുള്ള മൂലകമാണ് ലെഡ്. ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമൂലകമാണ് ടങ്സ്റ്റൺ. സംയുക്തങ്ങൾ. വിവിധ മൂലകങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ ബ്രോമൈഡ്. ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു അയോഡിൻ സംയുക്തമാണ് അയഡോഫോം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ആന്റികോർ എന്ന പേരിലറിയപ്പെടുന്ന പദാർത്ഥമാണ് സൾഫർ ഡയോക്സൈഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തമാണ് നൈട്രജൻ ഓക്സൈഡ്. അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നു. ക്ലാവ് രാസപരമായി ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ്.
മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് പൊട്ടാസ്യം ബ്രോമൈഡ്. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകമാണ് അമോണിയം. എലിവിഷം രാസപരമായി സിങ്ക് ഫോസ്ഫേഡ് ആണ്. പ്ലാറ്റിനത്തെയും സ്വർണത്തെയും ലയിപ്പിക്കുവാൻ കഴിവുള്ള ദ്രാവകമാണ് അക്വാറീജിയ. അപ്പക്കാരത്തിൽ അടങ്ങിയിട്ടുള്ള സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. സിലിക്കൺ ഡയോക്സൈഡ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സിമന്റ് നിർമ്മാണ സമയത്ത് അത് വേഗം സെറ്റായി പോകാതിരിക്കുവാൻ ചേർക്കുന്ന സംയുക്തമാണ് ജിപ്സം. പേപ്പർ നിർമ്മാണത്തിൽ ഫില്ലറായി ഉപയോഗിക്കുന്ന സംയുക്തമാണ് ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമമാണ് കാൽഷ്യം സൾഫേറ്റ്. അപ്പക്കാരത്തിന്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്. ആസ്പിരിന്റെ രാസനാമം അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. അയിരുകളും ധാതുക്കളും. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. കാൽസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു കാൽഷ്യം കാർബണേറ്റ്. ലെഡിന്റെ അയിരാണ് ഗലീന അഥവാ ലെഡ് സൾഫൈഡ്. കോപ്പറിന്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ് എന്നിവ. ബിസ്മത്തറൈറ്റ് സ്വർണത്തിന്റെ ധാതുവാണ്. റ്റ എന്നത് ബേരിയം ലോഹത്തിന്റെ ഓക്സൈഡാണ്. കൊറണ്ടം, അലണ്ടം, മരതകം എന്നിവ അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. കൊബാൾട്ടിന്റെ അയിരാണ് കൊബാൾട്ടൈറ്റ്. സിൽവറിന്റെ അയിരാണ് ഹോൺ സിൽവർ. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ലോഹങ്ങളെക്കുറിച്ച് ചില വസ്തുക്കൾ കൂടി നമുക്ക് പരിശോധിക്കാം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിന്റെ ഭാരം വർദ്ധിക്കുന്നു. വൈദ്യുതിയുടെയും താപത്തിന്റെയും ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി അഥവാ സിൽവർ. വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെ പൊട്ടാസ്യം ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് അഥവാ കോപ്പർ. വാഹനങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന പുകയിലടങ്ങിയിരിക്കുന്ന ലോഹമാണ് ലെഡ്. ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ എന്നറിയപ്പെടുന്നു. ഏറ്റവും താണ ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. ലോഹങ്ങളെ ഉരുക്കാൻ സഹായമായി ചേർക്കുന്ന പദാർത്ഥത്തെ ഫ്ലക്സ് എന്ന് വിളിക്കുന്നു. കിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. ആദ്യത്തെ സൂപ്പർ കണ്ടക്ടിംഗ് ലോഹമാണ് മെർക്കുറി. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന രണ്ട് ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമാണ് സോഡിയം. പെൻസിൽ മുന ഗ്രാഫൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി ലോഹസങ്കരങ്ങൾ. ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ് ലോഹസങ്കരം. പല്ലിന്റെ കോടുകൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മെർക്കുറിക് അമാൽഗം. പാറകൾ തുരക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീൽ. ഓടിന്റെ ഘടകലോഹങ്ങളാണ് ചെമ്പും സിങ്കും. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, കാർബൺ ഇവയാണ്. മിശ്രിതങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേരുമ്പോൾ മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് ഉണ്ടാകുന്നു. ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ചേർത്താണ് സോഡ ജലം നിർമ്മിക്കുന്നത്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. കാർബൺ, സൾഫർ, പൊട്ടാസ്യം ക്ലോറൈഡ്, അലൂമിനിയം പൗഡർ എന്നിവ ചേർത്താണ് കരിമരുന്ന് അഥവാ വെടിമരുന്ന് ഉണ്ടാക്കുന്നത്. ഫെറസ് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം ഒലീവ് ഗ്രീനാണ്. ഇന്ധനങ്ങളെക്കുറിച്ച്. ജ്വലനഫലമായി താപോർജ്ജം പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃത്യാലുള്ള ഇന്ധനമാണ് പെട്രോളിയം. കൃത്രിമ ഇന്ധനങ്ങളാണ് കോക്ക്, കരി, പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ് ഇവ. ഒരു ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം. ബയോഗ്യാസിലും പ്രകൃതിവാതകത്തിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം മീഥേനാണ്. ഹൈഡ്രജൻ ഒരു മൂലക ഇന്ധനമാണ്. രസതന്ത്രത്തിലെ ചില അപരനാമങ്ങളെക്കുറിച്ച് പഠിക്കാം. പ്രമാണലായകം അഥവാ സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലത്തിനെയാണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പെറൈറ്റിസ്. രാസസൂര്യൻ മഗ്നീഷ്യം. ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ എന്നറിയപ്പെടുന്നത് മീഥേൽ സാലിസിലേറ്റ് ആണ്. അതേസമയം ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഫിലോസഫേഴ്സ് പൂൾ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സിങ്ക് ഓക്സൈഡ്. ഇനി ആസിഡുകളെക്കുറിച്ച് അല്പകാര്യം. ഒരു ദ്രാവകമോ ലായനിയോ അമ്ല സ്വഭാവമുള്ളതാണോ
ക്ഷാരസ്വഭാവമുള്ളതാണോ എന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ pH അഥവാ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ മൂല്യം നോക്കിയാണ്. pH മൂല്യം 6 മുതൽ 0 വരെ അമ്ലഗുണവും pH മൂല്യം 8 മുതൽ 14 വരെ ക്ഷാരഗുണവും സൂചിപ്പിക്കുന്നു. ജലത്തിന്റെ pH മൂല്യം 7 ആയതിനാൽ അതിനെ ന്യൂട്രലായി കണക്കാക്കണം. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം ടാർട്ടാറിക് ആസിഡ് എന്നറിയപ്പെടുന്നു. മൂത്രത്തിലെ അമ്ലമാണ് യൂറിക് അമ്ലം. ഉറുമ്പുകളിലുള്ളത് ഫോർമിക് അമ്ലമാണ്. ആപ്പിളിലും സ്ട്രോബെറിയിലും മാങ്ങയിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ഏറ്റവും ആദ്യം തിരിച്ചറിയപ്പെട്ട അമ്ലം അസറ്റിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അമ്ലം ബാർബിറ്റൂറിക് ആസിഡ്. സ്ഫോടക വസ്തുവായ ഡൈനാമൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അമ്ലം സൾഫ്യൂരിക് ആസിഡ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. തേയിലയിൽ കാണപ്പെടുന്ന അമ്ലാംശമാണ് ടാനിക്. അടുത്തതായി പ്രധാനപ്പെട്ട കാർബൺ മൂലകത്തെക്കുറിച്ച് കുറച്ച് കാര്യം. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. ഗ്രാഫൈറ്റും വജ്രവും കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥമാണ് വജ്രം. ശുദ്ധമായ വജ്രത്തിന് നിറമില്ല. ഗ്രാഫൈറ്റ് ഒരു വൈദ്യുത ചാലകമാണ്. അതേസമയം ഡയമണ്ട് വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. സോഡാജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഡ്രൈ ഐസ് എന്നാൽ ഖര കാർബൺ ഡയോക്സൈഡാണ്. ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാനമായ